2023 പിന്നിടുമ്പോൾ സൗദി കടന്നുപോയ മാറ്റങ്ങൾ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതു മുതൽ തന്നെ സന്ദർശകർക്ക് മനസ്സിലാകും. രാജ്യത്തെ ഭരണതലത്തിലും സാമൂഹിക സാമ്പത്തിക രംഗത്തും അടിമുടി മാറ്റവും പരിഷ്കരണങ്ങളും സംഭവിച്ചതാണ് 2023. പ്രവാസികൾക്ക് ആശങ്കയുടെ കാറൊഴിഞ്ഞ് പ്രതീക്ഷ നൽകുന്നത് കൂടിയായിരുന്നു 2023 പിന്നിടുമ്പോഴുള്ള സൗദിയിലെ ചിത്രം. അതിവേഗത്തിലായിരുന്നു പോയ വർഷം സൗദിയുടെ വളർച്ച. 2024 കടന്നെത്തുമ്പോൾ സൗദിയിലെ പ്രവാസികളും സൗദികളും ഒരുപോലെ പ്രതീക്ഷയിലാണ്. എന്തായിരുന്നു കഴിഞ്ഞ വർഷം സൗദിയിൽ സംഭവിച്ചത്? അതിൻ്റെ ആകെത്തുകയാണ് ഇനി പറയുന്നത്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള സൗദി കടന്നുപോയ സുപ്രധാന നാൾ വഴികളാണിത്. 20 ലക്ഷത്തിലേറെ ഹാജിമാരായിരുന്നു ഈ വർഷം സൗദിയിലെത്തിയത്. അതിൻ്റെ പ്രഖ്യാപനം ജനുവരിയിൽ തന്നെ ഉണ്ടായി. 10 ലക്ഷം പേർക്ക് മാത്രമായിരുന്നു 2022 അവസരം. കോവിഡിന് ശേഷം സൗദി തിരികെ വരുന്നുവെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു 20 ലക്ഷം ഹാജിമാർ ഹജ്ജിൽ പങ്കെടുക്കുമെന്നുള്ള പ്രഖ്യാപനം. വിജയകരമായിരുന്നു ഈ വർഷത്തെയും ഹജ്ജ്. ജനുവരി 14 സൗദിയിലേക്കുള്ള പ്രൊഫഷണൽ വിസ സ്റ്റാമ്പിങ്ങിന് സൗദി കോൺസുലേറ്റ് എംബസി അറ്റസ്റ്റേഷൻ വേണമെന്ന നിബന്ധന നീക്കി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിൽ സൗദിയിലേക്കുള്ള വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കാമെന്ന ഉത്തരവ് അങ്ങനെ പ്രാബല്യത്തിലായി. ജനുവരി 16 വാച്ചിന് ശേഷം സൗദിയിൽ ആരംഭിച്ച പണപ്പെരുപ്പവും വിലയേറ്റവും തുടരുന്നതായ പ്രഖ്യാപനം സൗദി ധനമന്ത്രാലയം നടത്തി. ഡിസംബറിൽ രേഖപ്പെടുത്തിയത് 3.3% പണപ്പെരുപ്പമാണ്. വീട്ടുവാടക, വെള്ളം, വൈദ്യുതി നിരക്കുകൾ വർദ്ധിച്ചത് പണപ്പെരുപ്പത്തിന് പ്രധാന കാരണമായിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നിതാക്കാത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചു. നിതാക്കാത്ത് നടപ്പാക്കാത്ത കമ്പനികൾക്ക് സേവനം നിർത്തിവെക്കുന്ന തീരുമാനങ്ങളും അന്ന് പ്രാബല്യത്തിലായി. സൗദിയിലെ വിസകളിൽ അടിമുടി മാറ്റമെന്ന വർഷം കൂടിയായിരുന്നു 2023. ഫെബ്രുവരിയിലാണ് സുപ്രധാന പ്രഖ്യാപനങ്ങളുണ്ടായത്. സൗദിയിൽ പ്രവാസികൾക്ക് സന്ദർശക വിസയിൽ കൊണ്ടുവരാവുന്ന ബന്ധുക്കളുടെ എണ്ണം ഫെബ്രുവരിയിൽ വർദ്ധിപ്പിച്ചു. മുൻപ് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരുന്നു വിസ ലഭിച്ചത്. പുതിയ അപ്ഡേഷനോടെ ഭൂരിഭാഗം ബന്ധുക്കൾക്കും അവസരമുണ്ടായി. 4 ദിനം കാലാവധിയുള്ള ട്രാൻസിറ്റ് വിസ, 10 മിനിറ്റ് കൊണ്ട് ലഭിക്കുന്ന GCC വിസ എന്നിവയും ഈ വർഷം വന്നു. ഇതോടെ GCC രാജ്യങ്ങളിലെ പ്രവാസികളുടെ ഒഴുക്കും സൗദി അറേബ്യ കാണുകയാണ്. 3 മാസം കാലാവധിയുള്ള ഉംറ വിസ കൂടി വന്നതോടെ സൗദിയിലെ പുണ്യകേന്ദ്രങ്ങൾ നിറയുന്നതാണ് നിലവിലെ ചിത്രം. ഫെബ്രുവരി 9 റിയാദിലെ പൊതുഗതാഗത പദ്ധതിയുടെ ആദ്യഘട്ടമായി റിയാദ് ബസ് സർവീസിന് തുടക്കമിട്ടത്. 1905 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്ന 80 റൂട്ടുകളുള്ള 842 ബസ്സുകളാൽ സമ്പന്നമായ ബസ് പദ്ധതി. 2860 ബസ് സ്റ്റോപ്പുകളാണ് ഇതിനുള്ളത്. ദിനംപ്രതി 5 ലക്ഷം പേർക്കാണ് യാത്രാ സൗകര്യം. റിയാദ് മെട്രോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബസ് പദ്ധതി മുഴുവൻ ഘട്ടവും ഈ വർഷം നടപ്പാക്കിയിട്ടുണ്ട്. മെട്രോയും ഈ വർഷത്തോടെ പ്രവർത്തിച്ചു തുടങ്ങും. ഫെബ്രുവരി 10 സൗദിയിലെ നിക്ഷേപകരുടെ കണക്ക് നിക്ഷേപ മന്ത്രാലയം പുറത്തുവിട്ടതും പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു. സൗദിയിൽ ബിനാമി ബിസിനസ് അവസാനിപ്പിച്ച് നിക്ഷേപകരായത് 19,000 സ്ഥാപനങ്ങളാണെന്ന് വാണിജ്യ മന്ത്രാലയം അന്നറിയിച്ചു. ആയിരക്കണക്കിന് മലയാളികളും സൗദിയിൽ നിക്ഷേപകരായിട്ടുണ്ട്. ഫെബ്രുവരി 16 ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക നഗര കേന്ദ്രം സൗദിയിലൊരുക്കാൻ ന്യൂ മുറബ പദ്ധതി സൗദി കിരീടാവകാശി പ്രഖ്യാപിച്ചു. 3.5 ലക്ഷം തൊഴിലവസരങ്ങളാണ് പദ്ധതി ഒരുക്കുക. നിയോം, കിദ്ദിയ, ചെങ്കടൽ പദ്ധതികൾക്ക് വേഗമേറുന്നതിനും 2023 സാക്ഷിയായി. സൗദി ടൂറിസം അംബാസിഡറായ ലയണൽ മെസ്സി കുടുംബത്തോടൊപ്പം തലസ്ഥാനമായ റിയാദിൽ ഈ വർഷം വീണ്ടും എത്തി. ആഗോളതലത്തിൽ സൗദിയിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ ബ്രാൻഡിങ്ങിനും ഈ വർഷം സാക്ഷ്യം വഹിച്ചു. മാർച്ച് 10 സൗദികൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ഇലക്ട്രോണിക് വിസ സംവിധാനം പുനരാരംഭിച്ചു. 4 ഘട്ടങ്ങളിലൂടെ ഓൺലൈനായി സൗദികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ വിസ നടപടികൾ ഒരുക്കിയതായിരുന്നു ഈ പദ്ധതി. മാർച്ച് 12 റിയാദ് എയർ എന്ന പേരിൽ സൗദി അറേബ്യയുടെ പുത്തൻ വിമാന കമ്പനിയെ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ 100-ലേറെ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന കമ്പനിയുടെ പ്രഖ്യാപനം നടത്തിയത് സൗദി കിരീടാവകാശിയാണ്.
35,000 കോടി റിയാൽ മുതൽ മുടക്കിൽ 100-ലേറെ വിമാനങ്ങളാണ് റിയാദ് എയർ സ്വന്തമാക്കി രംഗത്തിറക്കാൻ പോകുന്നത്. സൗദി എയർലൈൻസിന്റെ റീബ്രാൻഡിങ്ങിനും ഫ്ലൈനാസിൽ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഓഹരി എടുക്കുന്നതിനും ഈ വർഷം സാക്ഷ്യം വഹിച്ചു. മാർച്ച് 31 ഇസ്ലാമിക ചരിത്രവും സംസ്കാരവും പറയുന്ന ഇസ്ലാമിക് ബിനാലെ സൗദിയിലെ ജിദ്ദയിൽ സംഘടിപ്പിച്ചു. ഇസ്ലാമിക കല, കാലിഗ്രഫി, അറബി കവിത എന്നീ തീമുകളിൽ വ്യത്യസ്തവും സമഗ്രവുമായ പരിപാടികൾക്കും സൗദി ഈ വർഷം സാക്ഷ്യം വഹിച്ചു. ഒരു വശത്ത് വിനോദരംഗത്ത് പുതിയ മാറ്റങ്ങൾക്കും ഈ വർഷം സൗദി വേദിയായി. ഏപ്രിൽ 14 പ്രവാസികൾക്കും സൗദികൾക്കും ഒരുപോലെ നിക്ഷേപാവസരം നൽകുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ പ്രഖ്യാപിച്ചു. വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശം ലഭിക്കുന്നത് കൂടിയാണ് ലോജിസ്റ്റിക്സ് പദ്ധതി. സെപ്റ്റംബർ 1 ഇന്ത്യ സന്ദർശനത്തിനായി സൗദി കിരീടാവകാശി ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിലെ മികച്ച ഏടായിരുന്നു സന്ദർശനം. ഒക്ടോബർ 13 സൗദി കിരീടാവകാശിക്ക് കീഴിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ഇത്തവണയും മീഡിയ വൺ മാധ്യമ പങ്കാളിയായി. ഒക്ടോബർ 13 ഇതിനുള്ള കരാറിൽ FII ഇൻസ്റ്റിറ്റ്യൂട്ടും മീഡിയ വണ്ണും ഒപ്പുവെച്ചു. സൗദി കിരീടാവകാശി നേരിട്ട് പങ്കെടുത്ത ഈ പരിപാടിയിൽ വിവിധ ലോകരാജ്യങ്ങളുടെ മന്ത്രിമാരും CEOമാരും ഉൾപ്പെടെ 6000-ഓളം പേർ പങ്കെടുത്തിരുന്നു. ഫെബ്രുവരിയിൽ സൗദി കിരീടാവകാശി നടത്തിയ പ്രഖ്യാപനം നടപ്പാകാൻ പോകുന്ന വർഷം കൂടിയാണ് 2024. അതായത് സൗദിയിലെ ഏതെങ്കിലും സർക്കാർ കരാറുകൾ ഇനി മുതൽ ലഭ്യമാകണമെങ്കിൽ ആ കമ്പനിയുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിൽ വേണം. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലയിൽ ബ്രാഞ്ചുള്ള കമ്പനിയാണെങ്കിൽ അതിൻ്റെ മേഖലാ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദിയിൽ ഇല്ലെങ്കിൽ ഒരു സർക്കാർ കരാറും ആ കമ്പനിക്ക് ലഭിക്കില്ല. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ 400-ഓളം ചെറുതും വലുതുമായ കമ്പനികൾ റിയാദിലേക്ക് ഹെഡ് ഓഫീസ് മാറ്റുന്ന ചിത്രത്തോടെയാണ് പുതുവർഷം എത്തുന്നത്. മക്ക, മദീന മേഖലകളിലെ സമഗ്രമായ വികസന പദ്ധതിക്കും ചരിത്ര കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും കഴിഞ്ഞ വർഷം സാക്ഷ്യം വഹിച്ചു. എണ്ണ ഇതര വരുമാനം കണ്ടെത്താൻ കൂടുതൽ മേഖലകളിലേക്ക് സൗദി കടന്ന വർഷം കൂടിയാണ് 2023. ഇതോടൊപ്പം അവസാനമായി ചേർത്തുവെക്കേണ്ട ഒന്നാണ് 2023 ജൂണിൽ നടന്ന സർവേ. സൗദിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമഗ്രവും കൃത്യവുമായ ജനസംഖ്യാ സർവേയായിരുന്നു അന്ന് പുറത്തുവിട്ടത്. 3,21,75,000 പേരാണ് പ്രവാസികളടക്കം നിലവിലെ കണക്ക് പ്രകാരം സൗദിയിലുള്ളത്. ഇതിൽ 1,88,00,000 സൗദികളുടെ എണ്ണം, 1,34,00,000 പ്രവാസികളുടെ എണ്ണം. അതായത് ആകെ ജനസംഖ്യയിൽ 41% ഇപ്പോഴും പ്രവാസികളാണ്. സൗദിവൽക്കരണം ശക്തമായ 2015 ശേഷവും പ്രവാസികളുടെ എണ്ണത്തിൽ കാര്യമായ മാറ്റമില്ല. അവസരങ്ങൾ തേടി പ്രവാസികൾ ഇപ്പോഴും സൗദിയിലേക്ക് ഒഴുകുന്നതാണ് ചിത്രം. വരാനിരിക്കുന്ന വർഷങ്ങളിൽ പുത്തൻ പദ്ധതികൾക്കാണ് സൗദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവിടെയും പ്രവാസികൾക്ക് അനന്തമായ സാധ്യതകൾ ബാക്കി നിൽക്കുന്നു.